അവർക്കത് ചെയ്യാൻ പറ്റൂല. അയ്യോ അയ്യോ നമ്മുടെ ആട് നമ്മുടെ ആട് വീണു. നമ്മുടെ ആട് വീണു. ആട് വീണു. ആട് വീണതാണേ. അയ്യോ ചേട്ടാ വേഗം ആട് വീട് ആട് വീട് ആട് വീണു. അതിന് പിടിച്ചോ പോയില്ലേ? ഇല്ല ആട് വീണു. ആട് വീണിട്ടുണ്ട്. അമ്മേ ഞങ്ങളുടെ ആട് വീണു. അയ്യോ ഞങ്ങളുടെ ആട് വീണു. ഓടിക്കാനാ ആട് വീണു. സാറേ പടക്കെങ്കിലൊന്നും പൊട്ടിക്ക സാറേ. ആട്ടുകുട്ടി കയറിയില്ല. അയ്യോ കൂട്ടിക്കറിയില്ല. ആട്ടുകൂട്ടിന്റെ അടിയിലുണ്ട്. നിങ്ങൾ പടക്കം പൊട്ടിക്ക് സാറേ. ഒന്ന് ഓടിച്ചുവിടെ അതിനെ. ഇവിടുന്ന് കുതിച്ചാടും അങ്ങോട്ട്, അവിടെ നിന്ന് അങ്ങോട്ട് കുതിച്ചാടും തൊഴുത്തിലോട്ട്. ലോകത്ത് നമ്മൾ പരിശോധിച്ചാൽ മറ്റ് പല രാജ്യങ്ങളിലും അവിടുത്തെ ദേശീയ മൃഗങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സീസണിൽ വേട്ടയാടി പിടിക്കുന്നതിന് നിയമമുണ്ട്. ഈ കൂട്ടിലിട്ടിട്ട് അപ്പൊ പിള്ളേര് കാറി. അപ്പൊ ഞാൻ റൂമിലാണ്, ഞാൻ ഓടി, ഞാൻ എന്റെ കുടുംബം വരുമ്പോൾ ഇതിനെ അടിച്ച് പിടിച്ച് മറിച്ചിടുന്ന ഭാഗമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഒച്ചപ്പാടും മൂലം കാറിപ്പം ഇത് നേരെ തൊഴുത്തിന് പുറകോട്ട് വന്ന് ചാടി അവിടെ പതുങ്ങിയിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ദിവസം മുഴുവൻ എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ദയവേത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം ഒരു കടുവ പശുവിനെ ആക്രമിച്ച ആ ഒരു ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ടിരുന്നു. ഒരു ദിവസത്തിന് ശേഷം ആ കടുവേനെ പിടിക്കാനായിട്ട് കേജൊക്കെ വെച്ചിരുന്നു, പക്ഷേ കടുവ കൂട്ടി കയറിയില്ല. ഇന്ന് അതായത് ഞായറാഴ്ച വെളുപ്പിനും ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് ഒരു 3 പശുക്കളെയും കൂടെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററും കൂടെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് കൊന്നിട്ടുണ്ട്. ഇപ്പോൾ പശുവിൻ്റെ ജഡം വെച്ച് റോഡിൽ ഉപരോധം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ആ ഒരു റോഡിലെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ആ ഒരു പശു മാത്രമല്ല, വീണ്ടും വേറെ 2 പശുക്കളെയും കൂടെ ഇന്ന് വെളുപ്പിന് തന്നെ കൊന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ വഴിക്കാണ് കേട്ടോ നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോകുന്നത്. ഏതായാലും പോയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്കറിയാം, ഒരു രാത്രി കൊണ്ട് തന്നെ 3 പശുവിനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. സ്ഥിതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇവിടെ, പറയാതിരിക്കാൻ വയ്യ. ഏതായാലും നമുക്കിനി ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഉണ്ടോ, ഈ വീടിൻ്റെ ഈ ഒരു പരിസരത്ത് തന്നെയാണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത്. അതായത് വീടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന തൊഴുത്താണിത്. ഈ തൊഴുത്തിലാണ് ഈ പശു കിടക്കുന്നത് കേട്ടോ. വലിയ ഒരു പശു തന്നെ കേട്ടോ, ഗർഭിണിയായ പശുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്, വയറൊക്കെ കണ്ടിട്ട്. ആ വീടിൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള ഒരു ചേച്ചിയോട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ചേച്ചി, ഇന്നലെ എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇന്നലെ ഒരു 3 മണിയോട് കൂടി, രാത്രി 3 വെളുപ്പിന് മണിയോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് ഇവിടെ. അപ്പോൾ അവിടുത്തെ ചേട്ടന് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ഇറങ്ങി പുറത്തേക്ക് നോക്കിയതെന്നാണ് പറഞ്ഞത്.
അപ്പോഴാണ് ഇങ്ങനെ ഇതിനെ പിടിച്ച് കൊല്ലുന്നതായിട്ട് കണ്ടത്. അപ്പം പെട്ടെന്ന് അവരിറങ്ങി വച്ചിട്ടപ്പോൾ ഇത് പോയി. അപ്പോൾ അവർ പെട്ടെന്ന് ഇറങ്ങി മുറ്റത്ത് ഇറങ്ങി നോക്കുമ്പോൾ രണ്ടിനെയും കൊന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ തന്നെ എന്നെ അവർ വിളിച്ചു, ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പശുവിനെയും പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരൊക്കെ ആൾക്കാരൊക്കെ എല്ലാവരെയും വിളിച്ചറിയിച്ച് അവരും ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് സമയം ഇവിടെ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവരെല്ലാവരും താഴേക്ക് കൂട് വെച്ചിടത്തേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ മോനും ആ ചേച്ചിയും ആദ്യം പിടിച്ച് 10 മണിക്ക് എത്ര ദൂരമുണ്ട്? ഒരു 200 മീറ്റർ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെ. കഴിഞ്ഞ ദിവസം കടുവ പിടിച്ചില്ല, അത് 400 മീറ്റർ ഉള്ളൂ അല്ലേ? ഇങ്ങനെ പോകുമ്പോ 400 മീറ്റർ ഉള്ളൂ അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആ ചേച്ചി മോനും കൂടെ പുറത്തിരിക്കുമായിരുന്നു. പിന്നെ അന്നേരമാണ് രണ്ടാമത് കയറി വന്നത്. ഇവിടെ താഴെ തോട്ടത്തിൽ നിന്ന് അങ്ങോട്ട് കയറുക ചെയ്തത്. അപ്പോഴത്തേനും ഞങ്ങളിവിടെ ഉറങ്ങിയിട്ടില്ലായിരുന്നു രാവിലെ. അപ്പോൾ കൊച്ചിൻ്റെയും ചേച്ചീനെയും കാർച്ച കേട്ടപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെയും വന്നു എന്ന്. ഒരു വാതിലെല്ലാം രണ്ടാമത് പിന്നെ ഒരു 4 മണി 4:15 ആയപ്പോഴത്തേനും പിന്നെ രണ്ടാമത് ഇത് കയറി വന്നു. അന്നേരമാണ് അവിടുത്തെ ചേച്ചി മോനും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന ഒച്ച കേട്ടു. പിന്നെ അവർ കൂവി. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ ആടും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ആടും കൂടെ പോയിട്ട് ഇങ്ങനെ ആടിനെ പിടിക്കാൻ നോക്കിയതാണോന്ന് അറിയത്തില്ല. എന്തായാലും ആ കൂടിന്റെ ഒച്ച കേട്ടു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കമ്പി വലയുള്ള കൂടാണല്ലോ. അപ്പൊ അതിലേക്ക് വലിയൊരു ഒച്ചയും 2-3 മുറങ്ങളും ഇങ്ങനെ അമർന്ന ഒരു ഒച്ചയും കേട്ടു. അന്നേരത്തേനും പിന്നെ ഇവരെല്ലാം കൂവിയപ്പം പിന്നെ പോയി. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഒരു പശു ഒരു കിടാവും ഉണ്ടായിരുന്നു. ഒരു 2 വയസ്സാവാനായ ഒരു കിടാവ. പശു ഗർഭിണിയാന്ന് തോന്നുന്നു. 8 മാസം ചെനയുള്ള പശുവായിരുന്നു. 1 മാസം കൂടെ ഉള്ളു പ്രസവിക്കാനായിട്ട്. അങ്ങനെ നിൽക്കുന്ന പശുവിനെയാണ് ഇപ്പൊ പിടിച്ചത്. നമുക്ക് വളരെ ഇപ്പൊ എനിക്കാണ് ഇപ്പൊ ഇന്ന് ഇവിടെ കുടിവെള്ളം ഇല്ല. എന്റെ വെള്ളം താഴെയാണ്, ഞങ്ങൾക്ക് കിണർ താഴെയാണ്. അപ്പൊ അതിന്റെ കപ്പാസിറ്റർ പോയിട്ട് എനിക്കിപ്പോ ഇന്നലെ മിനിങ്ങാന്നാണ് ഇവിടെ സംഭവം നടന്നെങ്കിലും വയലിലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങനെ മിനിങ്ങാന്ന് ഞങ്ങൾ പേടിച്ചാണ് പോയി അതിന്റെ നോക്കി എന്താ പറ്റിയെന്ന് അറിയാൻ നോക്കുമ്പോ കപ്പാസിറ്റർ പോയതാ. പക്ഷെ മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ വെള്ളം ഇപ്പൊ താഴോട്ടൊന്നും ഇറങ്ങി പോകാനും പറ്റില്ല. ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കാപ്പി തോട്ടങ്ങളാണ് ഇങ്ങോട്ട് താഴേക്കുള്ളത്. പിന്നെ അതിന്റെ താഴെ വയലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഏരിയ വരുന്നത്. ഇപ്പൊ ഈ വയലുകളൊന്നും കൃഷി ചെയ്യാത്തതുകൊണ്ട് അവിടെയൊക്കെ നിറച്ച് കാടുകളും ഉണ്ട്. എല്ലാരും കൃഷി ഒഴിവാക്കി നിർത്തിയേക്കും. ഇപ്പൊ കാട്ടു മൃഗശല്യം ഭയങ്കരമാണല്ലോ. ആനയൊക്കെ ഇതിൽ തന്നെ ആനയൊക്കെ വന്ന് പോകുന്നു. ഇതിന്റെ പുറകെ കൂടെ ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആനശല്യം പിന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാൻ ഇതിൽ പെട്ടെന്ന് ഓടി പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓടിച്ചു പോകുന്നതാണെന്ന് പോലും നമുക്കറിയാം. ആ ഒരു രീതിയിലാണ് ഞങ്ങളെല്ലാരും. ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആദ്യം കൊന്ന പശുവിനെ കാണാനായിട്ടാണ് പോകുന്നത്. ഇന്നലെ രാത്രി 10 മണിയായപ്പോഴാണ് സംഭവം നടന്നത്. ഈ പോകുന്ന ഒരു സ്ഥലത്താട്ടോ ഉള്ളത്. ആയില്ല കൂട് വെച്ചേക്കോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് കുര്യാക്കോസ്. ചേട്ടൻ്റെ പശുവാണല്ലേ? എൻ്റെ പശു. ഇന്നലെ രാത്രി എത്ര മണിക്കാ സംഭവം? രാത്രി 9:45 അല്ലേ? കണ്ടോ? കടുവനെ കണ്ടോ? കണ്ടു. നേരിട്ട് കണ്ടല്ലേ? ഇതെങ്ങനെ ഒച്ച കേട്ടാ ഇറങ്ങിയിട്ടുണ്ടെന്ന്? അല്ല, ഞങ്ങള് പിള്ളേർ രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അന്നേരമാണ് ഒരു സാധനം വന്ന് ഓടി പൊച്ചിട്ട് കയറുന്ന കാണുന്നത്. കണ്ടു. അപ്പൊ പിള്ളേര് കാറി. അപ്പൊ ഞാൻ റൂമിലായിരുന്നു. ഞാനും എന്റെ കുടുംബം വരുമ്പോൾ ഇതിനെ അടിച്ച് പിടിച്ച് മറിച്ചിരുന്ന ഭാഗമാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഒച്ചപ്പാടും വെള്ളം കാറിപ്പം ഇന്ന് നേരെ തൊഴുത്തിന് പുറകോട്ട് വന്ന് ചാടി അവിടെ പതുങ്ങിയിരുന്നു. ഞങ്ങൾ ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി. അന്നേ തന്നെ പോർച്ചാരെ വിളിച്ചു. പോർച്ചാർ പോയില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 3 പോർച്ചാർ വന്നു. ഈ 20 മിനിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒച്ചപ്പാടും വെള്ളം പോർച്ചാർ പിന്നെ നാട്ടുകാരെല്ലാം കൂടി അപ്പത്തിന് ഒരു സാധനം അവിടുന്ന് പിന്നെ പുറകിട്ട് പറമ്പിൽ കൂടെ നേരെ മുകളിലോട്ട് കയറിപ്പോയി. ആണല്ലേ? മുകളിലോട്ട് പോയപ്പോൾ അവിടെ പട്ടി ഉറങ്ങി വെച്ച് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ വഴിക്കടിയിലും പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് മുകളിലേക്കുള്ള വീട്ടുകാരൊക്കെ അറിയിച്ചു. അന്നത്തെ എല്ലാ വീട്ടുകാരും വെച്ചിങ്ങനെ സാധനം കയറി വരുന്നുണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കണം കേട്ടോ എല്ലാ വീട്ടുകാരും വിളിച്ച് പറഞ്ഞു ഞങ്ങൾ. പക്ഷെ അവരുടെ വീട്ടിലല്ലേ ചെന്നത്? മുകളിലെ വീട്ടിൽ ചെന്ന് 2 പശുവിനെ പിടിച്ചു 3 മണിയായപ്പോൾ. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ആട്ടുംകുട്ടി വന്ന് അടിച്ചു. അതിനെ പിടിക്കാൻ അടിച്ചു. ഇതിവിടെ 5-6 കൊല്ലമായിട്ട് താഴെ പുഴയറമ്പിൽ സാധനം 5-6 കൊല്ലമായിട്ട് ഒരു സാധനം സ്ഥിരതാമസമായിട്ടുണ്ട്. ഞങ്ങൾ പ്രാവശ്യം ഇവരോട് പറയാറില്ല. കടുവ. പക്ഷെ ഇവര് അന്നേരം പറയും പട്ടിക്കടുവയാണ്, ആ കടുവയാണ്, ഈ കടുവ എന്നൊക്കെ ഇവർ പറയും. ഇത് കണ്ടിരിക്കുന്ന നേരിട്ട് കൈപ്പുള്ളിമാലി സതീഷ് എന്ന് പറഞ്ഞ ആളാണ് കണ്ടിരിക്കുന്നത്. അവരുടെ വയലാണ് തൊട്ടടുത്തുള്ളത്. അവരുടെ വയലിൽ പണിക്കാർ വരുമ്പോൾ എന്തോ ഒരു കമ്പ് പൊട്ടാൻ വേണ്ടി അവിടെ മാറിയപ്പോഴാണ് ഈ സംഭവത്തിന് കാണുന്നത് തന്നെ. അപ്പൊ തന്നെ ഇവരെ വിളിച്ച് വിവരം പോർച്ചർക്ക് കൊടുത്തു. ഇവർ വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് പോയി. ഇവർ പടക്കം പൊട്ടിച്ചിട്ട് 2:30-3 മണിയായപ്പോൾ പോയി. ഒരു 5:30 അത് കഴിഞ്ഞൊരു
5 മണിയോട് കൂടിയാ തോന്നുന്നു പിന്നെ വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുടെ പശുവിനെ അവിടെ പിടിച്ച് 3 ദിവസം മുമ്പ് പിടിച്ചത്. പിടിച്ചു. ആ പശുവിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി 5:30 എത്ര 400 മീറ്റർ ഒരു 1/2 കിലോമീറ്ററിന്റെ താഴെ ഉള്ളൂ. ഇവിടുന്ന് ലേശം കുറച്ചേ ഉള്ളൂ. അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ പുള്ളി വരുമ്പോൾ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളി അന്ന് അങ്ങനെ പേടിച്ചിട്ട് പിന്നെ അതിന് ഒരു കൂടുവയ്ക്കാൻ താമസിച്ചുകൊണ്ട് പിന്നെയും പ്രശ്നമായി. പല പ്രാവശ്യവും ഈ ഇതിനടുത്ത് തന്നെ വീണ്ടും കടുവ വന്നു. അപ്പൊ അങ്ങനെ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോ തുടർക്കഥയായിട്ട് ഇങ്ങനെ നടന്നാൽ ശരിയാണ്. ഞങ്ങൾക്ക് ക്ഷീര കർഷകരാണ്. ഞങ്ങൾക്കിത് എത്ര പശു ഉണ്ടായിരുന്നു കൂട്ടിൽ? 5 പശുണ്ട്. വേറെ പശുക്കളുണ്ട്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ വേറെ ലൈറ്റ് ഇട്ട് വെക്കുന്നുണ്ടായിരുന്നോ? ലൈറ്റ് ഞാൻ സാറിന് എഴുതിയില്ല. പറയാൻ ലൈറ്റ് ഇട്ടിട്ട് ഇവരിങ്ങനെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. ഈ പോർഷൻ അടുത്തായതുകൊണ്ട് പേടിയാണ്. അങ്ങനെ ഈ വെളുപ്പിന് 3 മണിക്ക് അവിടെ കൂടുകൊണ്ട് വെച്ചേ. ഈ വെക്കുമ്പോഴാണ് അവിടെ നിന്ന് വിവരം അറിയുക. അവർ വിളിച്ച് പറയണേ ഇങ്ങനെ അവരുടെ പശുവിനെ 2 പശുവിനെ കടവ് പിടിച്ചെന്ന് പറഞ്ഞാൽ പശുവിന്റെ ജഡം അതിൻ്റെ അകത്തുണ്ടല്ലേ. ഓക്കെ, ഏതായാലും ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. നമുക്ക് പശുവിന്റെ ജഡം ഈ കൂട്ടിലിട്ടിട്ട് ഒരു കേജ് സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ക്യാമറ വെച്ചിട്ടുണ്ടോ? ക്യാമറ വെച്ചോന്ന് അറിയില്ല. ഞാൻ ക്യാമറ വെച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും കാണേണ്ടതാണ്. സാധാരണ ക്യാമറ വെക്കുന്നതാണല്ലോ. ഏതായാലും കൂട്ടിനടുത്ത് തൊടണ്ട കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ ചാടും. ചെറിയ അനക്കം മതി കേട്ടോ. പശുവിനെ കൂട്ടിലിട്ടേക്കാണ്. ഇത് എത്ര പ്രായമുള്ള പശു? 2 വയസ്സ് പ്രായമുണ്ട്. കുത്തി വെച്ചിട്ടുണ്ട്. ആണല്ലേ. ചെനയുള്ളതാണ് നോക്കിയിട്ടില്ല. കുത്തി വെച്ചിട്ടുണ്ട്. മുകളിലത്തെ പ്രസവിക്കാൻ ആയ അത് 10 ദിവസം കൊണ്ട് പ്രസവിക്കുന്ന പശുവാണ് അത് ഉള്ളത്. ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ട് കേട്ടത്. ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അപ്പോൾ പോഷകർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരാളോ 2 ആളുടെ കൂട്ടിൽ പരിസരത്ത് വരരുതെന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അല്ലേ. കാരണം ഈ പരിസരത്ത് എവിടെയും കൊണ്ട് അത് ഭക്ഷിക്കാൻ കിട്ടാത്തത് കൊണ്ട് ആൾക്കാരുടെ നേരെ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജാഗ്രത പാലിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീടുകൾ കുറവാണ്. റോഡ് സൈഡിൽ വീടുകൾ കുറവാണ്. ഉള്ള വീട്ടിലെ ആൾക്കാർ ഒരാളെ ഒരു കുടുംബത്തിൽ സ്ത്രീകളൊക്കെ മാത്രമുള്ളെങ്കിൽ തന്നെ ഒരു പുറത്തിറങ്ങാൻ പേടിയുള്ള ആൾ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതോടുകൂടി പുറത്തിറങ്ങാൻ പേടിയാണ്. വാലോന്നല്ല എപ്പോഴാ പരിക്കാത്ത പറയാൻ പറ്റില്ല. തന്നെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേർ തന്നെ ഈ ഒറ്റപ്പെട്ട് വരുന്ന ചെറിയ പിള്ളേരടക്കം സ്കൂൾ വിട്ടിട്ട് വരുന്ന ടൈമുകൾ 4 മണിക്കൊക്കെയാണ് സ്കൂൾ വിട്ട് വരുന്നു. ഇന്ന് വന്നതിന്റെ കാൽപ്പാട് എവിടെയും കിട്ടിയിട്ടുണ്ടോ? ഇത് അവിടെ ഉണ്ടല്ലേ. പിന്നെ ആ ഒരു തൊഴുത്തിലേക്ക് പോട്ടോ. കടുവ വന്ന് ഒരു തൊഴുത്തിലേക്ക്. ഇവിടെയാ കെട്ടിയിരുന്നേ? അല്ല, കെട്ടിയത് അതിനകത്താ. ഇതാ ഇതിലേ വന്ന സാധനം. ഈ വഴിക്ക് വന്നേ. ഇതാ ഈ പറമ്പ്, ഇത് വേറെ ആളുടെ പറമ്പാണ് തൊട്ടപ്പുറത്ത്. ആ പറമ്പിൽ കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് കുതിച്ചാടും അങ്ങോട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കുതിച്ചാടും ഇതാ തൊഴുത്തിലോട്ട്. ഒച്ചപ്പാടും വെള്ളം കെട്ടപ്പോ തിരിച്ച് നേരെ ഈ തേക്കിന്റെ സൈഡിൽ കൂടെ നേരെ മുകളിലോട്ട് കയറി പോയത്. കാൽപ്പാട് കൊണ്ട് കേട്ടോ. കാൽപ്പാട് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഈ വഴിക്ക് ഇവിടെ നില വന്നേ. അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. ഇതാ ഈ വഴി കൂടെയാണ് വന്നത്. ഇതിലേ വന്ന്. തൊഴുത്തിന്ന് വലിച്ചു കൊണ്ടായിരുന്നോ? ഇല്ല, കൊണ്ടേയില്ല. അപ്പൊ തന്നെ അറിഞ്ഞു. പിന്നെ ഒരു കടി കിട്ടിയാൽ മതിയല്ലോ അല്ലേ. പിന്നെ ഈ വഴിക്കാ പോയ? എങ്ങനെയാ പോയെ? അതിലെ പോക്ക് കണക്കില്ല, അങ്ങോട്ട് കയറി കണക്കില്ല. അല്ല ഇലിയാ പോയ. അതെ, ഇതാ ഇവിടെ ഉണ്ട് കാൽപ്പാട്. വലിയ കാൽപ്പാടല്ലേ. വലിയ കാൽപ്പാടാട്ടോ കാണും. ഇവിടുന്ന് അങ്ങോട്ട് ചാടുവേ, കുതിച്ച് ചാടുവേ. ഇവിടെ ഏട്ടാ തൊഴുത്ത് കിടക്കുന്നു. ഈ തൊഴുത്തിൽ നിന്ന് കേട്ടോ കൊണ്ടേ. ഇത് അവിടെ നിന്ന പശുവിനെയാണ് പിടിച്ചത്. ഇവിടെ കാണാം കേട്ടോ. വലിയ കടുവ കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മയക്കുവെടി വെക്കാനായിട്ട് RRT ടീമൊക്കെ വന്നിട്ടുണ്ട്. ഓർഡർ കൈ കിട്ടിയതിന് ശേഷമായിരിക്കും ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിനി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
RRT ടീം സെർച്ചിങ്ങിനായിട്ട് ഒരുങ്ങുന്ന ഒരു രംഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സർവകക്ഷി ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സമരം നടന്നു. ആ സമരത്തിൻ്റെയും കൂടെ ഭാഗമായിട്ട് DFOയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വം എല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് താമസിയാതെ ഇറങ്ങുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് ആ ഉത്തരവ് പറഞ്ഞാൽ ഈ ഒരു കടുവേൻ്റെ കാര്യത്തിൽ പരിഹാരമാകുമെന്നുള്ളതല്ല. ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല. വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഇവിടെയുള്ള ഈ മൃഗങ്ങളുടെ എണ്ണപ്പെരുപ്പം കുറയ്ക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണം. കഴിഞ്ഞ 50 വർഷക്കാലത്തെ 1972 പാസ്സാക്കിയ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി 50-52 കൊല്ലക്കാലം കൊണ്ട് മൃഗങ്ങൾ ക്രമാതീതമായി എണ്ണത്തിൽ പെരുകിയിട്ടുണ്ട്. ഇന്ത്യയിലെ രാജ്യത്ത് നമ്മൾ പറഞ്ഞു കേട്ടത് ജനസംഖ്യ ഇവിടുത്തെ പെരുപ്പം കൂടിയപ്പോൾ ആ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് കുടുംബാസൂത്രണ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. മനുഷ്യൻ്റെ പെരുപ്പം നിയന്ത്രിക്കാൻ അത്തരം ഇടപെടൽ നടത്തുമ്പോൾ ഈ മൃഗങ്ങളുടെ പെരുപ്പം നിയന്ത്രിക്കാൻ ഇടപെടുക എന്ന് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു ആധുനിക ഭരണകൂടത്തിൻ്റെ ചുമതലയല്ലേ എന്നാണ് ഞങ്ങൾക്ക് വലിയ രൂപത്തിൽ ചോദിക്കാനുള്ളത്. ലോകത്ത് നമ്മൾ പരിശോധിച്ചാൽ മറ്റ് പല രാജ്യങ്ങളിലും അവിടുത്തെ ദേശീയ മൃഗങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സീസണിൽ വേട്ടയാടി പിടിക്കുന്നതിന് നിയമമുണ്ട്. അവിടെ എണ്ണത്തിൽ പെരുകുന്ന മൃഗങ്ങളെ പിടിച്ച് അതിനെ ഇറച്ചിയാക്കി ഫ്രോസൺ മീറ്റായിട്ട് വിൽക്കുന്നതിന് റവന്യൂ ഉണ്ടാക്കുന്നതിന് നിയമമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാത്രം ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിയാണ്. പന്നി അത് ഷെഡ്യൂൾ 3-ൽപ്പെട്ട മൃഗമാണ്. അതിനെ കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? 2022 ഏപ്രിൽ മാസം 1-ാം തീയതി ഇന്ത്യൻ പാർലമെന്റ് കുരങ്ങിനെ ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമ ഭേദഗതി. കുരങ്ങിനെ കൊന്നാൽ കടുവയെ കൊല്ലുന്നതിന് തത്തുല്യമായ ശിക്ഷ ഉള്ള രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ നിയമത്തിൽ അടിസ്ഥാനപരമായി കാലോചിതമായ മാറ്റം വരുത്തുക എന്നതിലൂടെയാണ് വയനാടും പൊതുവെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യയും അഭിമുഖീകരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള വന്യമൃഗാക്രമണത്തിന് പരിഹാരം. ഈ വിഷയം ഈ കടുവയെ പിടിക്കുന്നതോടുകൂടി ചിലപ്പോൾ പരിഹരിക്കാം. അടുത്തൊരു കടുവ വരുമ്പോൾ വീണ്ടും ഇതേ ഇഷ്യൂ ഇവിടെ ഉണ്ടാവും. അത് പരിഹരിക്കാൻ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഇടപെടണം. റവന്യൂ വകുപ്പിൻ്റെ വനം വകുപ്പിൻ്റെ അനാസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത്രമാത്രം വന്യമൃഗ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു സ്വതന്ത്ര ചുമതലയുള്ള DFO ഇല്ല എന്ന് പറയുന്നത് ഗൗരവതരമായ വിഷയമാണ്. ചെതലയൻ റേഞ്ചിനകത്ത് സ്വതന്ത്ര ചുമതലയുള്ള റേഞ്ചർ ഇല്ല എന്ന് പറയുന്നത് ഗൗരവതരമായ വിഷയമാണ്. ചെതലയൻ റേഞ്ചൊക്കെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം ജനങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിലുള്ള വകുപ്പിൻ്റെ കുറേ പ്രയാസങ്ങളുണ്ട്. ഗവൺമെൻറ് എന്നാൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു CCFന്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും ഫലത്തിലൂടെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിന് സാങ്കേതികമാണ്. മയക്കുവെടി വെക്കാൻ വേണ്ടി അന്നേരം ഇറങ്ങി അന്നേരം തന്നെ കടുവയെ കിട്ടിക്കോണമെന്നില്ല. ഇപ്പോൾ വാഗേരി നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. എത്രയോ ദിവസം നടന്നിട്ടാണ് അവിടെ നടന്നത്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തിലെ സുരഭി കവലയിൽ ഇറങ്ങിയ കടുവ ഏതാണ്ട് 18 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് കൂട്ടിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാം. ആ സാഹചര്യത്തിന്റെ പുറകിൽ ആളുകൾ സംശയിക്കുന്നത് പോലെ ഡിപ്പാർട്ട്മെന്റ് ബോധപൂർവ്വം കാലതാമസം വരുത്തുന്നതാണോ അല്ലെങ്കിൽ നേരത്തെ പിടിക്കരുതെന്ന് പറഞ്ഞ അന്തർധാരി എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നോർമലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. ജില്ലയിൽ ആകെ സ്കാറ്റേഡായി കിടന്ന RRT ടീമിനെ കൂടി സംഘടിപ്പിച്ച് അവർ ഒരു വിഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കടുവയെ സമയം ഞങ്ങൾ വ്യക്തിപരമായി ഞാൻ ഉൾപ്പെടെ നേരിട്ട് കണ്ട കടുവയായത്. നിങ്ങളുടെ ചാനൽ പ്രതിനിധി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒരു 10 മീറ്ററിനകത്ത് ഈ കടുവ ആദ്യം പിടിച്ച പശുവിനെ വന്ന് തിന്നുന്നത് ഞങ്ങളൊരു 10-15 മീറ്ററിനുള്ളിൽ കണ്ടു നിന്ന ആളുകളാണ്. അതൊക്കെ നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. നമുക്കൊക്കെ കുറേ കാലത്തെ 10-15 കൊല്ലത്തെ കാലത്തെ പൊതുരംഗത്തെ അനുഭവമുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളെയൊക്കെ പിതാക്കന്മാർ കുടിയേറ്റ ഭൂമിയിൽ വന്ന ആളുകളാണ്. ആ കാലത്ത് പോലും ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ കടുവ എണ്ണത്തിൽ വ്യാപകമായി പെരുകി എന്ന് വേണം അതൊക്കെ കാണിക്കുന്നത്. 3:45 പകൽ 3:45 സമയത്ത് വന്ന് പിടിച്ച പശുവിനെ നേരിട്ട് തിന്നുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ്. ഈ പശു കേവലം ഒരു വളർത്തുമൃഗം മാത്രമല്ല, പശുവും വീട്ടുടമത്തിനും തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട് മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം അത് നമ്മുടെ ജീവസന്ധാരണത്തിന് ഏറ്റവും കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൃഗമാണ്. അതിൻ്റെ പരിപാലനവും ഓമനത്വം ഒക്കെ തരത്തിലൊരു വൈകാരിക ബന്ധം ഈ പശുവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുണ്ട്. അത്തരത്തിൽ വൈകാരിക ബന്ധമുള്ള ഒരു മൃഗത്തെയാണ്, ജീവിയാണ് ഈ കാട്ടുമൃഗം വന്ന് ഭക്ഷിച്ചു പോകുന്നത് എന്ന് പറയുന്ന പ്രതിസന്ധി കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാണുന്നത് വെറ്റിനറി ഡോക്ടർമാർ വന്നിട്ട് പശുവിനെ പരിശോധിക്കുന്ന രംഗമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യത തീരെ കുറവാണ്.
ചേട്ടാ പേരെങ്ങനെയാണ്? പിന്നെ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് ചേട്ടാ സംഭവം? ഏകദേശം 3 മണിക്ക് ശേഷമാണ്. 3 മണിക്ക് ശേഷം അല്ലേ? കണ്ടോ ചേട്ടാ, നേരിട്ട് കണ്ടോ? കണ്ടിരുന്നു. കണ്ടു. എങ്ങനെയാ, ആരാ ആദ്യം കണ്ടേ? ഞാനാണ് ആദ്യം കണ്ടത്. അല്ലേ? കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? 2 പശുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 2 പശുവിനെ പിടിച്ച് കൂട്ടിൽ ഇത് കടുവ കൂട്ടിൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ആണല്ലേ? ഞാൻ ഒച്ചയിട്ടപ്പം പുറത്തേക്ക് ഇറങ്ങി പോയത്. പിന്നീട് രണ്ടാമതേയും ഒരു മണിക്കൂറിന് ശേഷം രണ്ടാമതും തിരിച്ചു വന്നത്. രാത്രി തൊട്ട് താഴെയുള്ള വീട്ടില് അതൊരു 10:30 പിടിച്ചതിന് ശേഷമാണ്. ഞങ്ങൾ അവിടെയായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്ന് കയറി കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർ മാക്സിമം ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. ആണല്ലേ? എങ്ങനെ തരണം ചെയ്യാവുന്നതാണ് ഒരു കർഷകനായി അങ്ങ് മനസ്സിൽ കാണുന്നത്? എങ്ങനെ തരണം ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന പശുവായിരുന്നു. നമ്മൾ അത്ര മക്കളെ പോലെ നടന്നുകൊണ്ടിരുന്നത്. എന്താ ചെയ്യാന്ന് പരിപാടി കിട്ടത്തില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ ഉള്ള ഒരു ഇടപെടലാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇത് ഇനിയും നാളെയും ഇറങ്ങും. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ക്യാൻസർ തന്നെ ഉണ്ട്. ഇപ്പോൾ 4ാമത്തെ ഇന്ന് ഇതടക്കം 4 ഈ അടുത്ത ദിവസങ്ങളിലോട്ട് പിടിച്ചു. എത്ര രൂപയുടെ? ഏകദേശം 1.5-2 ലക്ഷം രൂപേൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ ആ കർഷകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അവർക്ക് ആപ്പാടെ ഉണ്ടായിരുന്ന 2 പശുക്കളും കടുവ പിടിച്ച് കൊല്ലുകയുണ്ടായി. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടോ തന്നെ, ഒരു പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ കർഷകനും പശുവും തമ്മിലൊരു വൈകാരിക ബന്ധം കൂടെയുണ്ട്. മറ്റു മൃഗങ്ങളെ വളർത്തുന്ന പോലെയല്ല. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കും. ഏതായാലും കടുവേനെ ഇന്ന് ഉച്ചയോടുകൂടി മയക്കുവെടി വെക്കാനായിട്ടുള്ള തീരുമാനമാകുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും നമുക്കിനി മുന്നോട്ടും ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മളിനി വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനായിട്ടുള്ള ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി അതിനെക്കുറിച്ച് ടീമുകളായിട്ട് പോകുന്നതിനെക്കുറിച്ചും സെർച്ചിങ്ങിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, തോക്കും മറ്റ് ഡാർട്ടിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം സജ്ജമാണ്. അതുപോലെ തന്നെ ഒത്തിരി ഒരു 10, 50, 60 ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വൻ സന്നാഹമായിട്ട് തന്നെയാണ് ഇവിടെ സെർച്ചിങ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ജനവാസ കേന്ദ്രത്തിലിറങ്ങുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്ന കടുവയെ വനംവകുപ്പ് തിരയുകയാണ്. അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് ഇപ്പോൾ സെർച്ചിങ് ആരംഭിച്ചിരിക്കുന്നത്. DFOയും മറ്റ് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ജനങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ അനൗൺസ്മെൻറ്റ് നടത്തുന്നത് നമ്മളിപ്പോൾ കേട്ടത്. ഏതായാലും 3 ഗ്രൂപ്പായിട്ട് എല്ലാ ദിക്കിൽ നിന്നും ഇവർ ഒരുമിച്ച് സെർച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കടുവേനെ കണ്ടെത്താനും അതുപോലെ തന്നെ ഡാർട്ട് ചെയ്യാനായിട്ടും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്.
കൃത്യമായിട്ട് തന്നെ ചീഫായിട്ട് വാട്ടർ ഓർഡർ 2 മണിക്ക് മുമ്പ് ലഭ്യമായിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അറോക്കെ ടീമും ഡോക്ടർ അടക്കമുള്ള പിന്നെ ടീംസ് എല്ലാം എത്തുകയും 3 ടീമായി തിരിഞ്ഞതിനെ ഫോം ചെയ്ത് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ അതിൽ തന്നെ മഴ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഭീകരമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാപ്പിത്തോട്ടം വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്. റോഡിപ്പോൾ ഭയങ്കര ഡാർക്കായി വരുന്നത്. അപ്പോൾ ഡാർക്കിൽ നമുക്ക് ഡാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഴയുള്ളതുകൊണ്ട് ഡാർക്ക് ഗണ്ണ് നനഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നൈറ്റ് ഡാർട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഈ ഭാഗങ്ങളിലുള്ള പെട്രോളിംഗ് ശക്തമാക്കാനുള്ള നടപടി സ്വീകരിച്ചു. പിന്നെ എല്ലാ പുറത്തുള്ള വീടുകളിലും ലൈറ്റ് ഇടാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. രാത്രി സെപ്പറേറ്റ് ആയിട്ടുള്ള 3-4 പെട്രോളിംഗ് ടീംസ് ഈ ഭാഗത്തുണ്ട്. നാളെ തൊട്ട് തന്നെ വീണ്ടും ഇതേ പ്രക്രിയ രാവിലെ തൊട്ട് തന്നെ ആരംഭിക്കുക. കൂടുതൽ ടീമുകൾ രാവിലെ കൂടുകളുടെ അവസ്ഥ 2 കൂടുകൾ നമ്മൾ വീണ്ടും ലൈവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് ഏതെങ്കിലും കൂട്ടിലേക്ക് കയറാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ആക്ഷനുള്ള നടപടി എടുക്കുന്നുണ്ട്. നോക്കാം. അയ്യോ നമ്മുടെ വാഗ നമ്മുടെ വാഗ അയ്യോ നെല്ലിയ നോക്കുന്നത് തണുപ്പിൻ്റെ അവിടെ ചാടി ഇറങ്ങി എവിടേക്കാണ് പോകുന്നത് എടാ അയ്യോ അയ്യോ അവരിറങ്ങുന്നുണ്ടോ നോക്ക്. ഇവരെന്നാ ഒന്നും ചെയ്യാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അയ്യോ അയ്യോ നമ്മുടെ ആട് നമ്മുടെ ആട് വീണു. നമ്മുടെ ആട് വീണു. ആട് വീണു. ആട് വീണതന്നെ. അയ്യോ ചേട്ടാ വേഗം ആട് വീട് ആട് വീട് ആട് വീണു. ഇല്ല ആട് വീണു. ആട് വീണിട്ടുണ്ട്. അമ്മേ ഞങ്ങളുടെ ആട് വീണു. അയ്യോ ഞങ്ങളുടെ ആട് വീണു. ഓടിക്കാനാ ആട് വീണു. സാറേ പടക്കെങ്കിലും ഒന്ന് പൊട്ടിക്ക സാറേ. അയ്യോ ആട്ടുകൂടിന്റെ അടിയിലുണ്ട്. നിങ്ങൾ പടക്കം പൊട്ടിക്കും സാറേ. ഒന്ന് ഓടിച്ചുവിടെ അതിനെ സാറേ. ആടിനെ പിടിക്കാൻ നോക്കാത്. ആടിനെ പിടിക്കാൻ നോക്കാം. അതെ അതെ അങ്ങോട്ട് പോ. മുൻവശത്തേക്ക് പോ. മുൻവശത്ത് തൊഴുത്തി കയറും ഇപ്പൊ. ഒരാട് വീണ് കിടക്കുക. ആട്ടുകൂട്ടിലേക്ക് കയറുന്നു. ആടുകൂടി പിടിക്കണ്ടോ? വർക്കും ചെയ്യാത്ത സാധനം. അതിൽ ആട് വീണിട്ടുണ്ട്.
അത് കൊടുത്തിട്ടില്ല. ആര് വീട് പിടിച്ചല്ല, അതിന് കാല് പിടിക്കുന്നതാ. തപ്പാണോ അറിയില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ വീണാനേട്ടോ. ഇത് അടിച്ചു പൊട്ടിക്കും നമ്മളെ. വണ്ടി കടത്തി വെച്ച സാധനം പൊക്കി കൊടുത്താട്ടെ. ആ നന്നായിട്ട് വെച്ചു. ഞാൻ എൻ്റെ ഫോൺ ചെത്തുപോയി. കാല് വീണെങ്കിൽ പിടിച്ചു. പക്ഷെ ഇവിടെ എടുത്തതിനെ കഴിഞ്ഞാൽ നല്ലതാ. മറ്റേ ബെന്നിൻ്റെ അടുത്തുനിന്ന് കിട്ടിയേ അതാ നല്ലത്. ഇത് ഫുള്ള് കള്ളിയല്ലേ കാണാറുള്ളൂ. മറ്റേ നല്ല ക്ലിയറാ. മണ്ണൊക്കെ പറ്റുമല്ലേ? അതുണ്ടാവില്ല. ചാടുവേ ഫോണും കാത്തു. എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കൈ നമ്മൾ ഏതാണ് നിയറസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയതിന് ശേഷം അത് പരിശോധിക്കാം. കാരണം എന്താണ് ഇഞ്ചുറി എന്നുള്ളത് നോക്കണം, എപ്പം നോക്കണം. അതിന് ശേഷം നമ്മൾ പഠിപ്പിച്ച് നിൽക്കുന്നവരാകും. എന്തായാലും DFO എത്തിച്ചതാണ്. അത് ഈ കടുവ വന്ന് നേരെ തൊഴുത്തിലേക്ക് കയറുകയാണ്. ഈ ജഡം തേടിയാണ് ജഡം ചോദിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ? അയ്യോ സാർ ഒന്ന് ടോർച്ചടിക്കും. സാർ ഒന്ന് ടോർച്ചടിക്കും. ചെറിയൊരു സാധനമാണ്.